ഈ അടുത്ത് ഉണ്ടായൊരു വിവാദത്തെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: ഗൂഗിളിൽ വിച്ച് ഈസ് ദ വേർസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും മോശം ഭാഷ ഏതാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വന്നിരുന്ന റിസൾട്ട് കന്നഡ എന്നായിരുന്നു. കന്നഡ സാഹിത്യ പരിഷത്തിന്റെ ചാർജുള്ള കർണാടകയിലെ സാംസ്കാരിക മന്ത്രി അന്നിറക്കിയൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇതിനെതിരെ ഗൂഗിളിനെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും. ഗൂഗിൾ മാത്രമല്ല, കന്നഡ ഭാഷയെ അധിക്ഷേപിക്കുന്ന ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. ആ പറഞ്ഞത് ചുമ്മാതൊന്നുമല്ല. എന്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. കന്നഡ ഭാഷയെ ആരെങ്കിലും അധിക്ഷേപിക്കുകയാണെങ്കിൽ, ഒരു ശരാശരി കന്നഡക്കാരനോ അല്ലെങ്കിൽ ഒരു തമിഴ് ഭാഷയെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് ഒരു ശരാശരി തമിഴിന് തോന്നുകയാണെങ്കിൽ അവർ അതിനെ കായികപരമായും നിയമപരമായും നേരിടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ മലയാളികൾ വി ജസ്റ്റ് ഡോണ്ട് കെയർ. പക്ഷെ സത്യം എന്താണ്? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ തുനിഞ്ഞിറങ്ങിയാൽ പോലും ഗൂഗിളിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് ശരിയായ വാസ്തവം. നമുക്കറിയാം, ഇതിനു മുൻപ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഹു ഇസ് ദ വേർസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ് എന്നോ നായിന്റെ മോൻ എന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരുന്നു ഉത്തരം വന്നിരുന്നത് നമുക്കറിയാം. 2018 ഡിസംബറിൽ ഗൂഗിളിനെതിരെ അമേരിക്കൻ പാർലമെന്റിൽ ഒരു കേസ് വന്നിരുന്നു. ആ കേസ് എങ്ങനെയാണ്? ഗൂഗിളിൽ ഇഡിയറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വന്നിരുന്ന ഏറ്റവും ആദ്യത്തെ സെർച്ച് റിസൾട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആയിരുന്നു. അതിനെതിരെ അമേരിക്കൻ പാർലമെന്റിൽ കേസ് വന്നപ്പോൾ ഗൂഗിളിനെ റെപ്രസെന്റ് ചെയ്തത് ഗൂഗിളിന്റെ സിഇഒ ആയ സാക്ഷാൽ സുന്ദർ പിച്ചെ തന്നെയായിരുന്നു. സുന്ദർ പിച്ചെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: ഗൂഗിളിൽ വരുന്ന സെർച്ച് റിസൾട്ട് വരുന്നത് SEO അഥവാ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സിലൂടെയാണ്. എന്താണ് ഈ SEO, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇന്റർനെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ആയിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ, കുറച്ച് ആർട്ടിക്കിളുകൾ, കുറച്ച് ന്യൂസുകൾ, ഇതിനൊക്കെ ബേസ് ചെയ്താണ് ഗൂഗിൾ വരുന്ന സെർച്ച് റിസൾട്ട്. അതുകൊണ്ട് ഗൂഗിളിൽ എന്തെങ്കിലും ഒരു സെർച്ച് റിസൾട്ട് വരുന്നത് തടയാൻ ഗൂഗിളിന്റെ സിഇഒ ആയ സുന്ദർ പിച്ചയ്ക്ക് പോലും സാധിക്കില്ല എന്നാണ് ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യം. അങ്ങനെയിരിക്കെ ചില ആളുകളുടെ ഹിഡൻ അജണ്ട മൂലം ഇങ്ങനെയൊരു സെർച്ച് റിസൾട്ട് വന്നതിൽ കർണാടക ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു പ്രധാന കഥാപാത്രം പറഞ്ഞൊരു ഡയലോഗുണ്ട്: ഒരാളുടെ മോശം ചിത്രങ്ങൾ ഫേസ്ബുക്കിലോ അതോ മറ്റു സമൂഹ മാധ്യമങ്ങളിലോ പ്രചരിപ്പിക്കാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തു കളയാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. ഗൂഗിളിനും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഇഡിയറ്റ് എന്ന് പറഞ്ഞ സെർച്ച് റിസൾട്ടും പിന്നീട് നായിന്റെ മോൻ എന്നും വേർസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ റിസൾട്ടും അതിനുശേഷം വേർസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് എന്ന റിസൾട്ടും ഗൂഗിൾ എടുത്തു കളഞ്ഞു. ഇന്ത്യയിലെ ഇത്രയും മനോഹരമായ ഒരു ഭാഷ, പഠിക്കാൻ ഇത്രയും എളുപ്പമുള്ള ഒരു ഭാഷ, ഇറ്റാലിയൻ ഓഫ് ദി ഈസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന 6.5 കോടി ജനങ്ങൾ കഴിഞ്ഞ 2000 വർഷത്തോളമായി സംസാരിക്കുന്ന, ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന സ്റ്റേറ്റസ് ലഭിച്ചിരിക്കുന്ന, ഒരു ഇന്ത്യൻ കറൻസിയുടെ പുറകിലുള്ള 15 ഭാഷകളിൽ ഒന്നായ, ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ കന്നഡ ഈ ഒരു സെർച്ച് റിസൾട്ട് വന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് ആരുടെയും കൺട്രോളിലുള്ള കാര്യമല്ല. കന്നഡയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷ് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് ഈസ് എ വെരി ഫണ്ണി ലാംഗ്വേജ് എന്നത്. ഇംഗ്ലീഷ് ഈസ് ദ വേർസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഈസ് എ ഫണ്ണി ലാംഗ്വേജ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഫണ്ണി? രസകരമായ എന്ന അർത്ഥത്തിലല്ല ഞാൻ കേട്ടിരിക്കുന്നത്. കുറച്ച് യുണീക്കായ, ചിലപ്പോഴൊക്കെ വിയേർഡായ ഭാഷയിലെ നിയമങ്ങൾ കൊണ്ടും ഓരോ നിയമത്തിനുമുള്ള എക്സെപ്ഷൻസ്, ഒഴിവഴിവ് കൊണ്ടും ഒരു വ്യത്യസ്തമായൊരു ഭാഷ എന്ന നിലയിലാണ് ഞാൻ ഇംഗ്ലീഷ് എന്ന ഭാഷയെ പരിചയപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഫണ്ണിയാണ്, വൈ ഇംഗ്ലീഷ് ഈസ് എ ഫണ്ണി ലാംഗ്വേജ് എന്നതിന് 2 കാരണങ്ങളാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് പെർഫെക്റ്റ് അവർ ഇംഗ്ലീഷ്. കാരണങ്ങൾ ചെയ്യുകയാണെങ്കിൽ 2 അല്ല 100-ലധികം കാരണങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ 2 കാരണങ്ങളെ പറയുന്നുള്ളൂ. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഏതെങ്കിലും ഒരു വാക്ക് ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ ചേർക്കുകയാണെങ്കിൽ എവിടെയാണോ ചേർക്കുന്നത്
അതിനനുസരിച്ച് അർത്ഥം മാറി വരുന്ന ഒരു പ്രതിഭാസമാണ്. 2, ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ ഏത് വാക്കിനെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്, ഏത് വാക്കിനെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്, അതിനനുസരിച്ച് അർത്ഥം മാറി വരുന്ന വേറൊരു പ്രതിഭാസമാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം വെച്ച് തുടങ്ങാം. ഇംഗ്ലീഷിൽ ചില വാക്കുകൾ നമ്മൾ ഒരു സെന്റൻസിന്റെ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അർത്ഥം മാറി വരുന്ന ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. അങ്ങനെയുള്ള വാക്കുകളിൽ ഒന്നാണ് ഓൺലി എന്ന് പറഞ്ഞ വാക്ക്. ഓൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഞാനൊരു സെന്റൻസ് പറയാം. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൾ അവനോട് പറഞ്ഞു. 7 വാക്കുകളുള്ള ഒരു സെന്റൻസ് ആണിത്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം. ഈ 7 വാക്കുകളുള്ള ഈ വാക്യത്തിൽ, ഈ ഒരു സെന്റൻസിൽ ഓൺലി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണോ വെക്കുന്നത്, അതിനനുസരിച്ച് 7 അർത്ഥങ്ങൾ കൈവരുന്ന ഒരു പ്രത്യേക ഒരു വാക്യഘടനയാണിത്. ഒന്നാമത്തെ ഉദാഹരണം വെച്ച് തുടങ്ങാം. ഓൺലി ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം എന്ന് പറഞ്ഞാൽ അവൾ മാത്രമേ അവനോട് പറഞ്ഞുള്ളൂ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. 2, ഷീ ഓൺലി ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം. ഇതിന്റെ അർത്ഥം അവൾ അവനോട് പറയുക മാത്രമേ ചെയ്തുള്ളൂ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. 3, ഷീ ടോൾഡ് ഓൺലി ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൾ അവനോട് മാത്രമേ പറഞ്ഞുള്ളൂ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. 4, ഷീ ടോൾഡ് ഹിം ഓൺലി ദാറ്റ് ഷീ ലവ്ഡ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവനോട് പറയുക മാത്രമേ ചെയ്തുള്ളൂ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ബാക്കിയെല്ലാം അവന്റേതായ തീരുമാനങ്ങളായിരുന്നു. 5, ഷീ ടോൾഡ് ഹിം ദാറ്റ് ഓൺലി ഷീ ലവ്ഡ് ഹിം. അവൾ മാത്രമേ അവനെ സ്നേഹിക്കുന്നുള്ളൂ എന്നാണ് അവൾ അവനോട് പറഞ്ഞത്. 6, ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ഓൺലി ലവ്ഡ് ഹിം. അവൾ അവനെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നാണ് അവൾ അവനോട് പറഞ്ഞത്. ഇനി അവസാനത്തത് 7, ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഓൺലി ഹിം. അവനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്നാണ് അവൾ അവനോട് പറഞ്ഞത്. അപ്പം ഓൺലി എന്ന് പറഞ്ഞ വാക്ക് ഈ സെന്റൻസിൽ എവിടെയൊക്കെ വരുന്നോ അതനുസരിച്ച് അർത്ഥം വേറെ വേറെയാണ്. ഈ 7 കൂടാതെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഒരെണ്ണം കൂടി ഉപയോഗിക്കും. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ലവ്ഡ് ഹിം ഓൺലി. പക്ഷേ ഗ്രാമാറ്റിക്കലി ഈ ഓൺലി എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസിൽ അവസാനം പ്ലേസ് ചെയ്യുന്നത് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഒരു സെന്റൻസിൽ എവിടെയാണോ സ്ട്രെസ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത്, അതിനനുസരിച്ച് അർത്ഥം മാറി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിന്റെ ഉദാഹരണം പറയാം. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഐ എന്ന് വെച്ചാൽ ഞാൻ, നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും, സെഡ് എന്ന് വെച്ചാൽ പറഞ്ഞു, നെവർ സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഷീ സ്റ്റോൾ മൈ മണി. സ്റ്റോൾ എന്ന് പറയുന്നത് സ്റ്റീൽ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ്. സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷ്ടിക്കുക, കക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് മോഷ്ടിച്ചു. ഷീ സ്റ്റോൾ മൈ മണി. അവൾ എന്റെ പൈസ മോഷ്ടിച്ചു. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അവൾ എന്റെ പൈസ മോഷ്ടിച്ചു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ സ്ട്രെസ് ഫാക്ടർ എടുക്കാം. ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൾ എന്റെ പൈസ മോഷ്ടിച്ചെന്ന്, പക്ഷേ വേറെ ആരോ പറഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടാമത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൾ എന്റെ പൈസ എടുക്കുന്നു, ഞാൻ അത്രക്കാരൻ നഹി ഹേ, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. മൂന്നാമത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഞാൻ അവൾ എന്റെ പൈസ എടുത്തു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ അതാണ് അർത്ഥം. ഓക്കെ. നാലാമത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. ഇവളാണ് എന്റെ പൈസ എടുത്ത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷെ ആരും എന്റെ പൈസ എടുത്തിട്ടുണ്ട്. അഞ്ചാമത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അവളുടെ പൈസ മോഷ്ടിച്ചെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തരാൻ വൈകുന്നു, അവളുടെ കയ്യിൽ എന്റെ പൈസയുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അടുത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. എന്റെ പൈസ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ആരുടെയോ പൈസ മോഷ്ടിച്ചിട്ടുണ്ട്. അവസാനത്തത്, ഐ നെവർ സെഡ് ഷീ സ്റ്റോൾ മൈ മണി. അവൾ എന്റെ പൈസ എടുത്തു ഞാൻ പറയുന്നില്ല, പക്ഷെ വേറെ എന്തൊക്കെയോ അവൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ എവിടെയാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്, അതനുസരിച്ച് അർത്ഥം മാറി വരുന്ന ഒരു സെന്റൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഒരു ഫണ്ണിയായ ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ ഫണ്ണി ലാംഗ്വേജ്. ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ
വെറും 2.5 മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള ഇംഗ്ലീഷിലെ കുറച്ച് രസകരമായ കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു, ടാറ്റാ.